സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരത്തില് ഈ സൂം മീറ്റിങ്ങിനോടനുബന്ധിച്ച് കടന്നു വരുവാൻ ദൈവം എന്നെ സഹായിച്ച വലിയ കൃപയ്ക്കായിട്ട് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സഹോദരിമാരുടെ ഈ കൂടിവരവിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയത് കർത്തൃദാസൻ ബാബു എന്ന് പേരുള്ളതായ പ്രിയപ്പെട്ടവനാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ആരെയും മുൻപരിചയങ്ങളൊന്നുമില്ല, എങ്കിലും സ്തോത്രം ഇതിന് നേതൃത്വം നൽകുന്ന കർത്താവിന്റെ ദാസൻ സാജു വി തോമസ് പാസ്റ്ററേയും ഹല്ലേലൂയ മറ്റെല്ലാ അംഗങ്ങളെയും എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സഹോദരിമാരുടെ ഈ കൂടിവരവിനെ കുറിച്ച് ആമയെ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും എന്റെ ഭവനത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്യുമ്പോഴും ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളത്തോട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ആമേ അനേക പക്ഷികൾ പറന്നുയരാൻ ശ്രമിക്കുമ്പോൾ ആ പക്ഷികളുടെയൊക്കെ ചിറകൊടിച്ച് താഴെ ഇടുന്നത് പോലെ ആമേ ശുശ്രൂഷ മണ്ഡലങ്ങളില് മുന്നേറാൻ കഴിയാതെ വണ്ണം വ്യക്തികളെ ആമേ ഒടിച്ചിടുന്ന ചില അന്ധകാര മണ്ഡലങ്ങളുണ്ട്. സ്തോത്രം. അതിനെയൊക്കെ ജയിക്കത്തക്ക നിലവാരത്തിൽ ഒരു വലിയ ദൈവപ്രവർത്തിയുടെ ആരംഭം കുറിച്ചിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആദ്യം തന്നെ ഞാനത് പറയുവാനുള്ള കാരണം ആമേ ഹല്ലേലൂയ ആമേ ചിറകൊടിഞ്ഞ ചിലതിനെ ആമേ കൂട്ടി വെച്ച് ചേർത്ത് വെച്ച് ഹല്ലേലൂയ അതിനു ബലം കൊടുത്ത് ആമേ വീണ്ടും പറക്കുവാൻ പഠിപ്പിക്കുന്ന ദൈവികമായ പ്രവൃത്തിയുടെ അധികാരവും അഭിഷേകവും അതിന്റെ വിടുതലുകളും ഹല്ലേലൂയ സഹോദരിമാരുടെ ഈ പ്രവർത്തന വിശേഷാല് ആമേ ഈ പ്രസ്ഥാനത്തിനകത്തൂടെ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുന്നതായ ആമേ കാലഘട്ടമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേ ഈ മീറ്റിങ്ങിനെ കുറിച്ച് എന്റെ മൂത്ത സഹോദരിയോട് ഞാൻ പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ആരെയും പേഴ്സണലായിട്ട് അറിയത്തില്ല, എന്നാല് ഇതിനകത്ത് ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്, വലിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. സ്തോത്രം. എന്റെ മൂത്ത സഹോദരി ഒരു ഓഫീസർ ആയിരുന്നു, എന്നാൽ ഇപ്പോൾ റിട്ടയർഡ് ആയി. ദൈവത്തിന്റെ സ്തോത്രം. അനേകരെ അവർക്ക് പ്രത്യേക ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാരിറ്റി വർക്കിനൊക്കെ വേണ്ടി വളരെ മുൻപന്തി നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ടവളാണ്. കുടുംബമായിട്ട് തലമുറകളൊക്കെയും ദൈവത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന ഒരു കുടുംബമാണ്. ഒരു ശുശ്രൂഷ കുടുംബം അല്ലെങ്കിലും ആമേ ഹല്ലേലൂയ അവർ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ ഗ്രൂപ്പിൽ ഈ സൂമിലേക്ക് നീയും ഒന്ന് കയറണം. ദൈവത്തിന്റെ സ്തോത്രം. അനേകരെ പരിചയപ്പെടണം. ഹല്ലേലൂയ. അങ്ങനെ പ്രിയപ്പെട്ടവൾക്കും കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആമേ സ്തോത്രം. ഇന്ന് നമ്മുടെ കുറിവാക്യമായിട്ട് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിനായിട്ട് സ്തോത്രം. യെശയ്യാ പ്രവചനം 61 അധ്യായത്തിൽ നിന്നുള്ള വാക്യങ്ങളാണ്. ആമേൻ സ്തോത്രം. ആരെങ്കിലും വായിച്ചു തന്നാൽ അത് വളരെ ഉപകാരം. അല്ലെങ്കിൽ ആമേൻ ഞാൻ വായിക്കണമെങ്കിൽ അങ്ങനെ വായിക്കാം. യെശയ്യാ പ്രവചനം 61 അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 61 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. എളിയവരോട് സുവർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പിക്കുവാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിനു പകരം അലങ്കാരമാലയും ദുഃഖത്തിനു പകരം ആനന്ദ തൈലവും വിശാന്ത മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതി വൃക്ഷങ്ങൾ യഹോവയുടെ നടുതല എന്ന് പേരാകുന്നു. അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലത്തേക്കുള്ള നന്നാക്കുകയും തലമുറയായി നിർജ്ജനമായിരിക്കുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യുന്നു. മതി. സ്തോത്രം. താങ്ക് യു സിസ്റ്റർ. ഹല്ലേലൂയ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ലതും വിലപ്പെട്ടതുമായ നിമിഷത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഇപ്രകാരം ഒരു കൂടിവരവ് ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്നല്ലോ. എളിയവരായി ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം പുതുവഴികൾ വാതിലുകൾ തുറന്ന് ആമേ ശുശ്രൂഷയ്ക്കായിട്ട്
ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായിട്ട് ചുമൽ കൊടുക്കുവാൻ വിവിധ ഇടങ്ങളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവരെ ഒരുക്കി കൊണ്ടുവന്നല്ലോ. അതിനായി സ്തോത്രം ചെയ്യുന്നു. അടിയൻ വായിച്ച് വചനത്തിനായിട്ട് സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഹൃദ്യമായിട്ട് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കടന്നു വന്ന സകല ജനത്തിനായി സ്തോത്രം. എല്ലാവരെയും കുഞ്ഞാടിന്റെ രക്തം അടയാളമിട്ട് സംഹാരകൻ കടക്കാതെ പരിശുദ്ധാത്മാവിൽ മുദ്ര വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഈ വായിച്ച വചനത്തിലൂടെ കർത്താവ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനായി ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തട്ടെ, ഏൽപ്പിക്കട്ടെ. വായോട് നാവോട് കൂടി ഇരിക്കണം. മുഴുവൻ മഹത്വവും ദൈവത്തിന്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഇവിടെ വായിപ്പാൻ ഇടയായി തീർന്നത് എളിയവരോട് സദ്വർത്തമാനം അറിയിപ്പാൻ, അല്ലെങ്കിൽ ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതെ, എളിയവരോട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആമേൻ ഉന്നതങ്ങളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ആമേൻ. ഹല്ലേലൂയ. പിതാവാം ദൈവം തന്റെ ഓമന കുമാരനെ ഈ താണലോകത്തിലേക്ക്, ഭൂമിയിലേക്ക് അയച്ചു, മാനവജാതിയുടെ രക്ഷയ്ക്കായിട്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കില് താൻ ഇവിടെ കടന്നു വന്നത്, നമ്മുടെ കർത്താവ് കടന്നു വന്നത്, പ്രൈസ് ദി ലോർഡ്, ഇവിടെ നമ്മൾ വായിക്കുന്നു. കർത്താവിന്റെ ജനനത്തെ കുറിച്ച് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ, ദൈവപുത്രൻ, പ്രൈസ് ദി ലോർഡ്, ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആമേ തലചായ്ക്കുവാൻ ഇടമില്ലാതിരുന്നു. ദൈവത്തിന് സ്തോത്രം. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികയാൽ നമ്മുടെ കർത്താവിനെ ആമേ പശുത്തൊട്ടിയിൽ, പുൽത്തൊട്ടിയിൽ കിടത്തി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദരിദ്രന്റെ അടുക്കലേക്ക് നമ്മുടെ കർത്താവ് കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിക്കുന്നു, ആമേ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവ ഹൃദ്യമായിട്ട് ആമേ ജനത്തോട് ഇടപെടുകയാ. യഹൂദ ജനത്തോടും ഇസ്രായേൽ ജനത്തോടും അതുപോലെ ഹല്ലേലൂയ ജനസമൂഹത്തോടുമുള്ള ആമേ അരുളപ്പാടുകൾ, ആലോചനകൾ, പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ന്യായവിധിയെ കുറിച്ച് ആമേ ബോധം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേ ഹല്ലേലൂയ പ്രവാചകനിലൂടെ ഇടപെടുകയോ. ആമേ ഹല്ലേലൂയ. നിങ്ങൾ എങ്ങനെയായിരിക്കണം, ഈ ജനം എങ്ങനെയായിരിക്കണം? നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി ദുഃഖിച്ചിരിക്കുന്നവർ, ഭാരപ്പെട്ടിരിക്കുന്നവർ, ഭാരം ചുമക്കുന്നവർ, ആമേ അവരുടെ മധ്യത്തില് ആമേ ഹല്ലേലൂയ ആമേൻ ഇസ്രായേൽ ജനമേ, യഹൂദ ജനമേ, നിങ്ങൾ കഠിനമായിട്ട് പെരുമാറേണ്ടിയവരല്ല, കാഠിന്യം പ്രവർത്തിക്കേണ്ടിയവരല്ല. ആമേൻ. അവരുടെ നടുവിൽ വിധവമാരുണ്ട്, അനാഥമാരുണ്ട്, ദരിദ്രരുണ്ട്. അവരെ ഞെരുക്കുവാനും വേദനിപ്പിക്കാനും ദുഃഖിപ്പിക്കാനുമല്ല, അവരോട് സദ്വർത്തമാനം, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി, ആമേൻ, അവരുടെ സന്തോഷത്തിന് വേണ്ടി, അവരുടെ വിടുതലിനു വേണ്ടി, ആമേ ഹല്ലേലൂയ താണലോകത്തിലേക്ക് മാനവജാതിയുടെ രക്ഷയ്ക്കായിട്ട് ഉന്നതങ്ങളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് കടന്നു വന്ന ആമേൻ കർത്താവ് ഹല്ലേലൂയ നമ്മെ വിടുവിപ്പാൻ, വീണ്ടെടുക്കുവാൻ, രക്ഷിക്കുവാൻ, ആമേ നിത്യതയിൽ എത്തിക്കുവാൻ ആമേ താൻ ഇവിടെ കടന്നു വന്നു. പക്ഷേ ലോകം അവന് കൊടുത്തത് ആമേൻ എന്താണ്? ആമേ മുൾമുടി കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, എന്നെയും നിങ്ങളെയും വിടുവിപ്പാൻ ഒരുവൻ കടന്നു വന്നു. വചനം പറയുന്നത് എന്താണ്? ആമേ സ്തോത്രം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനം ജഡമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടി? കൃപയും സത്യവും ഹല്ലേലൂയ ആമേൻ നൽകിക്കൊണ്ട് നമ്മുടെ രക്ഷയ്ക്കായിട്ടാണ് വന്നത്. അങ്ങനെയെങ്കിൽ സ്തോത്രം, യെശയ്യാ പ്രവാചകനിലൂടെ ആമേൻ വ്യക്തമായിട്ട് ഇടപെടുകയാണ്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയായ ദൈവനെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ആമേ കർത്തൃദാസി പ്രാർത്ഥിച്ചു. നോർത്ത് ഇന്ത്യയിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ, ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളില് കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർ, ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നവർ, ആമേ വേദിലൂടെ കടന്നു പോകുന്നവർ,
അവരുടെ വിടുതലിന് വേണ്ടിയിട്ട്, അവരുടേതായ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട് ആമേൻ നടത്തുന്ന ശുശ്രൂഷകൾ പ്രൈസ് ദി ലോർഡ് ദൈവം മാനിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേ പല വിധത്തിലുള്ള അഭിഷേകമുണ്ട്. ആമേൻ സ്തോത്രം. രാജകീയ അഭിഷേകമുണ്ട്. ആമേൻ പുരോഹിതനാകാനുള്ള അഭിഷേകമുണ്ട്. പ്രവാചകനാകാനുള്ള അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം സ്തോത്രം. ഇന്ന് ഈ സമയം ദൈവത്തിന്റെ മക്കളെ ഹല്ലേലൂയ നമ്മുടെ മേൽ വീണിരിക്കുന്ന അഭിഷേകം ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതെങ്ങനെയുള്ള അഭിഷേകമാണ്? എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. എളിയവരുടെ നടുവില്, കഷ്ടത അനുഭവിക്കുന്ന നടുവില് പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ചു, വചനം വായിച്ചു. ഹല്ലേലൂയ. ഞങ്ങളുടെ താഴ്ചയിൽ ഞങ്ങൾ ഓർത്തവനെ. ഹല്ലേലൂയ. എളിയവർക്ക് വേണ്ടി, ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ആമേൻ അവരെ സഹായിപ്പാൻ, അവർക്കൊരു കൈത്താങ്ങലായി നിൽക്കുവാൻ ദൈവം വിളിച്ചു വേർതിരിച്ച ആമേൻ ഒരു കൂട്ടം ദൈവജനം. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി സ്വർഗഭണ്ഡാരം തുറന്ന് സ്ഥലം പോരാതെ വണ്ണം ഹല്ലേലൂയ അനുഗ്രഹം വർഷിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവ ശക്തനാണ്. ഹല്ലേലൂയ. 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 ദൈവത്തിന് സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേ ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ ജനനം ആ സമയത്ത് പ്രൈസ് ദി ലോർഡ് ദാരിദ്ര്യത്തിൽ ആമേ ആയിരുന്ന ആമേ ജനത്തിന്റെ നടുവിലേക്കായി ഇറങ്ങി വന്നത്. വലിയ കാഴ്ചപ്പാടാണ്. ഈ പ്രസ്ഥാനത്തെ കുറിച്ച് ഞാൻ ഇന്നലെ കേൾപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം. എല്ലാവരാലും തള്ളപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരും ഒറ്റപ്പെട്ട സമൂഹം ദൈവാത്മാവിനെ വെളിപ്പെടുത്തുക പോലെ ചിറകൊടിഞ്ഞ് കിടക്കുന്ന ചിലതിനെ ഹല്ലേലൂയ ചേർത്ത് പിടിക്കുന്ന, വേദന അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ദൈവിക ശുശ്രൂഷയുടെ മധ്യത്തിൽ ആമേ ദൈവം കൈവിടത്തില്ല. ദൈവം കൂടെ ഇരുന്ന് സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കാൻ, നല്ല വർത്തമാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല വർത്തമാനം. അതെ, ഈ കാലഘട്ടത്തില് നമുക്കറിയാം നല്ലൊരു ശുശ്രൂഷ ചെയ്യുന്ന ആമേൻ ഒരു വ്യക്തിയാണോ പ്രൈസ് ദി ലോർഡ് അത് മുന്നോട്ട് പോകാൻ അനുവദിക്കത്തില്ല. ചവിട്ടി മെതിക്കുന്ന അനുഭവങ്ങൾ കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. മുറിവേൽക്കേണ്ട സാഹചര്യങ്ങൾ വരും, വെട്ടേൽക്കേണ്ട അനുഭവങ്ങൾ വരും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആമേ യുദ്ധക്കളത്തിൽ നമ്മൾ ആരും പരാജയപ്പെടത്തില്ല. പ്രിയപ്പെട്ട മാതാക്കളെ, സഹോദരിമാരെ, എന്നെ കേൾക്കുന്ന ആമേ ദൈവദാസി ദാസന്മാരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നെയും നിങ്ങളെയും ദൈവം അഭിഷേകം ചെയ്തത് സദ്വർത്തമാനം ഘോഷിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന രണ്ടാമത് വരുന്ന കർത്താവിനെ കുറിച്ച് ഘോഷിപ്പാൻ ദൈവം നമുക്ക് അഭിഷേകം നൽകിയെങ്കില്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തുവെങ്കില് ആമേൻ ഹല്ലേലൂയ അതിൻ്റെതായ വിടുതലുകളും അതിൻ്റെതായ പ്രവൃത്തി മണ്ഡലങ്ങളിലുള്ള വിശാലതകളും ദൈവം കൽപ്പിക്കുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമേ, ആമേ ഹല്ലേലൂയ. ആമേൻ. ഇവിടെ വായിക്കുന്നു, ആമേ സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകള്, കൂടിവരവുകള് ആമേ നടക്കുമ്പോൾ ആമേ നല്ല വർത്തമാനം പറയുന്നവർ ആമേ കണ്ടെന്ന് വരത്തില്ല. ഒരു കൂട്ടം ആളുകൾ നല്ല വർത്തമാനം പറയും. എന്നാൽ മറുഭാഗത്ത് അതിനേക്കാൾ കൂടുതൽ ആമേൻ ഹല്ലേലൂയ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ, നമ്മളെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ, ആമേ ഹല്ലേലൂയ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ, ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ പലതും മുന്നിൽ വന്നേക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ആമേൻ. ദൈവത്താലുള്ള വിടുതലുകൾ,
ദൈവത്താലുള്ള എഴുന്നേൽപ്പുകൾ, ദൈവത്താലുള്ള വളർച്ചകൾ. സ്തോത്രം. ക്രിസ്തുവെന്ന മൂലക്കല്ലിന്മേൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളെ ആമേ ഹല്ലേലൂയ അവിടെ അപ്പോസ്തലന്മാരാൽ, പ്രവാചകന്മാരാൽ ആമേ ഹല്ലേലൂയ, അത് മാത്രമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒന്നിച്ചു ചേർന്ന് പണിയുന്ന പണിയുടെ മേൽ ഹല്ലേലൂയ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും ആമേ തൊടുവാൻ കഴിയത്തില്ല. വചനം പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വെറും അഭിഷേകമല്ല, അധികാരത്തിന്റെ അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമുക്കറിയാം യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കഷ്ടതയിലിരുന്ന ജനം, ഹല്ലേലൂയ, നമ്മൾ വായിക്കുകയാണ്, ആമേ കഷ്ടതയിലിരുന്ന ദേശത്തിന് ഇനി ആമേ ഹല്ലേലൂയ തിമിരം ഹല്ലേലൂയ ബാധിക്കുകയില്ല. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിലനിൽക്കയില്ല. പണ്ട് അവൻ സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതി അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ നിന്ദിക്കപ്പെട്ടോ, ഒരിക്കൽ ഭാരപ്പെട്ടോ, ആമേൻ ഹല്ലേലൂയ, മൂടുപട വിട്ട് മൂടുന്നത് പോലെ ശുശ്രൂഷ മണ്ഡലങ്ങളില് ആമേൻ ഹല്ലേലൂയ നിന്ദയുടെയും ആമേൻ അപവാദത്തിന്റെയും പരിഹാസത്തിന്റെയും ആമേൻ ചില മൂടുപടങ്ങളിട്ട കാഴ്ചപ്പാടിനെ തടസ്സം ചെയ്ത ആമേൻ ഹല്ലേലൂയ വെല്ലുവിളികളുടെ മുന്നിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ഇനി ഇരുട്ടിൽ ഇരുത്തുവാൻ ഒക്കത്തില്ല. ആമേൻ ലോകത്തിന്റെ വെളിച്ചമായവൻ അവനെ തിമിരത്തെ മാറ്റി വചനമയച്ചു. വചനത്തിന്റെ ശക്തിയാൽ ഹല്ലേലൂയ ആമേൻ വലിയ ശസ്ത്രക്രിയകൾ നടക്കുകയാ. ആമേൻ. നിന്റെ വെളിപ്പാടിനെ ചോദ്യം ചെയ്യുന്ന, നിന്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യുന്ന, മുന്നോട്ടുള്ള ഉയർച്ചയെ ചോദ്യം ചെയ്യുന്ന മണ്ഡലങ്ങളുടെ മേൽ വിടുതലിന്റെ വെളിച്ചം കടന്നു വന്നിട്ട് എവിടെയെല്ലാം നീ നിന്ദിക്കപ്പെട്ടോ, ആമേൻ സെബുലൂൻ ദേശത്ത് നിന്ദിക്കപ്പെട്ടോ, ആമേൻ നഫ്താലി ദേശത്ത് നിന്ദിക്കപ്പെട്ടോ, ഹല്ലേലൂയ എവിടെയെല്ലാം ഹീനത വരുത്തിയോ അവിടെ നിനക്ക് വേണ്ടി ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവിൽ ദൂത് വിളിച്ചു പറയുക. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ആമേൻ ജാതികളെ കൊടുപ്പോൾ നിന്റെ മേൽ യഹോവയുടെ തേജസ്സ് ഉദിച്ചിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. ഇന്ന് ഈ എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ എവിടെ നിന്നെല്ലാം ആരെല്ലാം കേൾക്കുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. ആമേൻ. ദൈവമഹത്വം വെളിപ്പെടുകയാ, ദൈവ തേജസ്സ് വെളിപ്പെടുകയാ. സ്തോത്രം. ഇനി നീ ഇരുട്ടിലൂടെ തപ്പി നടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഇരുട്ടിന്റെ ആയുധങ്ങളെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ ആമേൻ അടിയറ വെപ്പിച്ചുകൊണ്ട് വെളിച്ചത്തിന്റെ ഹല്ലേലൂയ അനുഭവം പ്രവർത്തന മണ്ഡലങ്ങളിൽ ആയിരിക്കുന്ന മേഖലകളില് ദൈവത്താൽ ആ വിടുതൽ സംഭവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എളിയവരോട് സത്വർത്തമാനം ഘോഷിപ്പാൻ ആമേൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതെ, നോർത്ത് ഇന്ത്യയുടെ വിവിധ മേഖലകളില് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അഭിഷക്ത ഗണങ്ങളെ, ദൈവജനമേ ഹല്ലേലൂയ, ദൈവം വൻകാര്യം ചെയ്യും. അതെ, പ്രൈസ് ദി ലോർഡ്. പ്രവാസത്തിലിരുന്ന ജനം, സ്തോത്രം, ഹല്ലേലൂയ, ഓടിച്ചു പറയട്ടെ, ഹല്ലേലൂയ, ഒരു കാലഘട്ടത്തിൽ പ്രവാസത്തിലിരുന്ന ജനം ഹല്ലേലൂയ അവർ കരയുകയാ. എന്തിനെ ഓർത്ത്? പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തരും അവരുടെ കിന്നരങ്ങൾ അലരി വൃക്ഷത്തിന്റെ കൊമ്പുകളിൽ തൂക്കിയിട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സിയോനെ ഓർത്ത് കരയുകയാ. പ്രൈസ് ദി ലോർഡ്. അവിടെയുള്ളവരൊക്കെ പറഞ്ഞു, ആമേൻ, സ്തോത്രം, നിങ്ങളുടെ കിന്നരങ്ങൾ എടുത്തൊന്ന് പാട്ടുപാടാൻ. ഹല്ലേലൂയ. ഞങ്ങൾ അന്യദേശത്ത് എങ്ങനെ പാടുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ കരയുകയാണ്. പ്രൈസ് ദി ലോർഡ്.
എന്നാൽ വീണ്ടും തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, സങ്കീർത്തനക്കാരൻ പറയാ, യഹോവ ഞങ്ങൾ വൻ കാര്യം ചെയ്തിരിക്കുന്നു. സ്തോത്രം. അടിമത്ത ശക്തികൾ, ഹല്ലേലൂയ, പ്രവാസത്തിൽ ഇരുത്തുന്ന, പുറപ്പെടുവിക്കാതെ ഒതുക്കുന്ന, ആമേൻ, മണ്ഡലങ്ങളിൽ നിന്ന് പുറപ്പെടുവിച്ച്, ഹല്ലേലൂയ, ആമേൻ, ചിരി, വായിൽ ചിരിയും സന്തോഷവും, ഹല്ലേലൂയ, ആനന്ദവും തരുന്ന ദൈവിക പ്രവൃത്തി വെളിപ്പെടും. ആമേൻ, വിടുതലിന്റെ സത്വർത്തമാനം ജനത്തിന്റെ നടുവിൽ, ആമേൻ, പ്രസ്ഥാനത്തിന്റെ നടുവിൽ, ആമേൻ, ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ജാതികളുടെ മണ്ഡലത്തില്, ഹല്ലേലൂയ, അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്ന 9-ാം അധ്യായത്തില്, ആമേൻ, ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. സ്തോത്രം. ഹല്ലേലൂയ. മഹത്വം പോയി അനേകരുടെ മധ്യത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. കാഴ്ചപ്പാടില്ലാത്ത, ആമേ, ഏലി പുരോഹിതനെ പോലെയുള്ള അനേകരുടെ മധ്യത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ കാലഘട്ടത്തിൽ, ആമേൻ, അനേക ശമൂവേൽമാരെ ദൈവം എഴുന്നേൽപ്പിക്കുകയാ. ദൈവശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന, പ്രൈസ് ദ ലോർഡ്, ദാൻ മുതൽ ബെർശേബ വരെ വിശ്വസ്ത പ്രവാചകനായി നിയോഗിക്കപ്പെട്ടവൻ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ. എന്തിനു വേണ്ടിയിട്ട്? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹന്നായുടെ പ്രാർത്ഥനയുടെ മറുപടിയാ, പ്രൈസ് ദ ലോർഡ്. പിന്നത്തേതിൽ, ആമേൻ, ഹല്ലേലൂയ, ശൗലിനെയും ദാവീദിനെയും, ആമേൻ, ഹല്ലേലൂയ, അഭിഷേകം ചെയ്യുന്ന ശുശ്രൂഷ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ശൗലിന്റെ മേൽ വീണ അഭിഷേകം, ആമേൻ, ഹല്ലേലൂയ, അത് പരാജയമായെങ്കിൽ, ആമേൻ, അതിനെ മാറ്റുവാൻ, ഹല്ലേലൂയ, ആമേൻ, ആരും അറിയാത്ത ഒരുവനെ വനാന്തരത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു കൊണ്ടുവന്ന അഭിഷേകം ചെയ്ത് രാജിക പദവി കൊടുത്തുവെങ്കില്, എന്നെ കേൾക്കുന്ന ദൈവദാസി ദാസന്മാരെ, തലമുറകളെ, ഹല്ലേലൂയ, ഈ രാജകീയ അഭിഷേകം പ്രാപിച്ച, ആ രാജകീയ അഭിഷേകം വീണ ചിലർ ഇതിനകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ചില വൻ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആമേൻ. ഗിൽബോ പർവ്വതത്തിൽ യുദ്ധത്തിന് പോയവൻ സ്വന്തം ആളാൽ, ആമേൻ, വീണ് മരിക്കേണ്ടി വന്നപ്പോൾ, ഹല്ലേലൂയ, സ്വയം നശിക്കേണ്ടി വന്നപ്പോൾ, പ്രൈസ് ദ ലോർഡ്, ദൈവനിയോഗമുള്ളവൻ, പ്രൈസ് ദ ലോർഡ്, ഒരു കാലഘട്ടത്തിൽ ആരാണ്? ദാവീദിന്റെ ജീവിതത്തിൽ, സ്തോത്രം, അവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ശൗൽ പരാജയപ്പെട്ടപ്പോൾ ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു. കഥയൊക്കെ എല്ലാവർക്കും അറിയാം, വചനമൊക്കെ എല്ലാവർക്കും അറിയാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ, ആമേൻ, ഒരു വേട്ടപ്പട്ടിയെ പോലെ താൻ ഓടേണ്ടി വന്നു. ഒരു കാട്ടുവാഴിയെ പോലെ ഓടേണ്ടി വന്നു. ഭയം അനുഭവിക്കേണ്ടി വന്നു. പരിശുദ്ധാത്മാവിന്ന് പറയുന്നു, നിന്നെ ഓടിച്ചവരുടെ മധ്യത്തിൽ, നിന്നെ പഴിച്ചവരുടെ മധ്യത്തിൽ, പരിഹസിച്ചവരുടെ മധ്യത്തിൽ, തരം താഴ്ത്തിയവരുടെ മധ്യത്തിൽ, നന്മകൾ അപഹരിച്ചു കൊണ്ടുപോയവരുടെ മധ്യത്തിൽ, നിന്നെ ചതിച്ചവരുടെ മധ്യത്തിൽ, നിനക്ക് നേരെ, ആമേൻ, ഹല്ലേലൂയ, കുന്തം എറിഞ്ഞവരുടെ മധ്യത്തിൽ, ആമേൻ, ദൈവത്തിന് നിന്നിലൂടെ പ്രവർത്തിക്കുവാനുണ്ടെന്ന്, ആമേൻ, ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ദൂത് വിളിച്ചു പറയാ. വലിയ കാര്യം ചെയ്യാൻ പോകുക. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നാളുകൾക്ക് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് ദൈവം എനിക്കൊരു വെളിപ്പാട് തന്നു. ഇന്ത്യയെ കുറിച്ച്, ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ച് കർത്താവ് എനിക്കൊരു വെളിപ്പാട് തന്നു. പ്രൈസ് ദ ലോർഡ്. ആ വെളിപ്പാട് ഇതാണ്. മനോഹരമായ പച്ച പിടിച്ച് കിടക്കുന്ന ഇന്ത്യ മഹാരാജ്യം. ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നടുവിൽ, അതായത് മനോഹരമായി പച്ചപ്പായി കിടക്കുന്ന, ആമേൻ, ഈ ഇന്ത്യയുടെ നടുഭാഗത്ത്, പ്രൈസ് ദി ലോർഡ്, രാജീവ് ഗാന്ധി നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ആമേൻ, ആ രാജീവ് ഗാന്ധിയെ ഞാൻ കാണുന്നത് വലിയ പുകപടലങ്ങൾ നിറഞ്ഞ്, ആമേൻ, അവിടെ പിന്നെ രാജീവ് ഗാന്ധി ഇല്ല. സ്തോത്രം. വീണ്ടും പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാ. അതിനുശേഷമായിട്ട്
ഇന്ത്യയെ വളഞ്ഞിരിക്കുന്ന വലിയൊരു സർപ്പം. ഗ്ലോറി കമനറബഷ. ഹല്ലേലൂയ. ഇന്ത്യ മഹാരാജ്യത്തെ ചുറ്റി വളഞ്ഞിരിക്കുന്ന ഒരു സർപ്പം. ഹല്ലേലൂയ. ആമേൻ. അത് ഓരോ ദിവസവും ചെല്ലും തോറും അത് മുറുകി 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 പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ടിട്ട് ഞാൻ പലരോടും പറഞ്ഞു, സഭകളിൽ പറഞ്ഞു. ആമേൻ. ആരും അത് കേൾക്കുവാൻ തയ്യാറായില്ല, വിശ്വസിക്കുവാൻ തയ്യാറായില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും അറിയുന്നത് പോലെ രാജീവ് ഗാന്ധിയുടെ ജീവിതത്തിൽ ആമേൻ ആ ബോംബ് സ്ഫോടനത്തിൽ ലോകത്തു നിന്നും മാറ്റപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, ഇന്നൊരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ചുറ്റി വളഞ്ഞു പിടിച്ചിരിക്കുന്ന, വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഈ അന്ധകാര വ്യാപാരത്തെ ഹല്ലേലൂയ ചവിട്ടി മെതിക്കുന്ന അധികാരവും അഭിഷേകവും ഏറ്റെടുത്തുകൊണ്ട് ഈ ദിവസങ്ങളില് ആമേൻ സട്ടകുടഞ്ഞെഴുന്നേറ്റ് മുന്നോട്ട് നീങ്ങുവാൻ പരിശുദ്ധാത്മാ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഗ്ലോറി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട മാതാക്കളെ, ദൈവദാസിമാരെ, സഹോദരിമാരെ, ഞാനും നിങ്ങളും ഫറവോന്റെ രഥത്തിന് കെട്ടിയിരിക്കുന്ന ഹല്ലേലൂയ ഒരു പെൺ കുതിരയ്ക്ക് തുല്യമായിട്ട് ദിവസങ്ങൾ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഈ സൂം മീറ്റിംഗിന്റെ ആമേൻ ആരംഭം സ്തോത്രത്തോടു കൂടി ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തുതി മുഴങ്ങണം. ആമേൻ. ഒരു വലിയ ദൈവപ്രവൃത്തി ദൈവത്തിന് വെളിപ്പെടുത്താനുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെയും അഭിഷേകം ചെയ്ത് ആക്കി വെച്ചിരിക്കുകയാ. ആമേ. നമുക്ക് കിട്ടിയിരിക്കുന്ന അഭിഷേകം വെറുമൊരു വിലക്കുറഞ്ഞ അഭിഷേകം ഒന്നുമല്ല. സ്തോത്രം. അധികാരത്തിന്റെ സ്തോത്രം. രോഗികളുടെ മേൽ കൈവെക്കുമ്പോൾ, ആമേൻ, ബന്ധിക്കപ്പെട്ടവരുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ജാതികളെ നോക്കി പ്രവചിക്കുമ്പോൾ, ആമേൻ, ദൈവിക വിടുതലുകൾ നടക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതെ, ആമേൻ. പത്രോസിന് ആരും വലിയ വിലയൊന്നും ആദ്യം കൊടുത്തില്ലല്ലേ? ദൈവത്തിന് സ്തോത്രം. ഓ ഹല്ലേലൂയ. പലരും സംസാരിക്കുമ്പോൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവൻ മുക്കുവനായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആ ഗെനസരേത്ത് തടാകത്തില് ആമേൻ ആ ചരിത്രം പഠിക്കുമ്പോൾ ആമേൻ 4000-ത്തിലധികം പടക് അവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം. യേശുവിന്റെ കണ്ണ് പതിഞ്ഞത് ആമേൻ രാത്രി മുഴുവൻ അധ്വാനിച്ച് ക്ഷീണിച്ചിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ശിമോൻ പത്രോസിന്റെ പടകിലാ യേശുവിന്റെ കണ്ണ് പതിഞ്ഞത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നീ രാത്രി മുഴുവൻ അധ്വാനിച്ചു, നീ കഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അധ്വാനിക്കാൻ മടിയൊന്നുമില്ല, കഷ്ടപ്പെടാൻ മടിയൊന്നുമില്ല, ഉറക്കളക്കുവാൻ മടിയൊന്നുമില്ല. അങ്ങനെയുള്ള നിന്റെ പടക് ശൂന്യമാണോ? ഇന്ന് ദൈവാത്മാവ് നിന്നോട് പറയുക, ആമേൻ, നിന്റെ പടകിനെ നോക്കി പഴിക്കുന്നവരുണ്ടായിരിക്കാം. ഹല്ലേലൂയ. എന്തുകൊണ്ട് നിന്റെ പടകിൽ ആമേൻ മത്സ്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ടായിരിക്കാം. പരിശുദ്ധാത്മാവെന്ന് പറയുക, ഹല്ലേലൂയ, യേശുവിന്റെ വാക്കിന്റെ മുന്നിൽ ആമേൻ ഹല്ലേലൂയ വലയിട്ടു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്തുള്ളവരെ കൂടെ കൂട്ടി വിളിച്ചു. വല കീറിയില്ല. പ്രൈസ് ദി ലോർഡ്. മുഴുവൻ വലിച്ചു കയറ്റിയിട്ട് യേശു പറഞ്ഞതെന്താ? അത് മാത്രമല്ല, പടകിലിരുന്നു കൊണ്ട് ചുറ്റും നിൽക്കുന്ന, കരയിൽ നിൽക്കുന്ന പുരുഷാരത്തോട് ഉപദേശം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവനോട് എന്താ പറഞ്ഞത്? ഹല്ലേലൂയ, ഞാൻ ഇനി നിന്നെ ഹല്ലേലൂയ ആമേ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. സ്തോത്രം. അങ്ങനെയുള്ള ആമേൻ പത്രോസ് ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ട് ഇറങ്ങിയപ്പോൾ ആമേൻ ഹല്ലേലൂയ കടന്നു ചെല്ലുന്ന ഇടങ്ങളില് രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ അലറിയോടുന്നു. ആമേൻ ഹല്ലേലൂയ. അത് മാത്രമല്ല, ആമേൻ മരിച്ച തബീതയോട് പറയുക, തബീതേ എഴുന്നേൽക്ക. പ്രൈസ് ദി ലോർഡ്.
ആമേൻ, ആമേൻ. വിടുതലിന്റെ ശുശ്രൂഷ, അസാധാരണമായ ഒരു ശുശ്രൂഷ. റിമനഹസ്യ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയട്ടെ, ആമേൻ, ഹല്ലേലൂയ. എന്റെ നിങ്ങളുടെ മേൽ വീണിരിക്കുന്ന അഭിഷേകം പ്രൈസ് ദി ലോർഡ് അനേകരെ വിടുവിക്കുന്നതാ, അനേകരെ രക്ഷിക്കുന്നതാ, അനേകരെ നിത്യതയിൽ എത്തിക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ, പത്രോസിന്റെ ജീവിതത്തില് താൻ ആ പത്രോസിന്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോഴെന്താ, ഹല്ലേലൂയ, വരാനിരിക്കുന്ന സംഭവങ്ങൾ ആകാശ കൊടിമുഴക്കത്തോടുകൂടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയ ഭൂമി തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ജീവിതമേ, എന്റെ നിങ്ങളുടെ മേൽ വീണിരിക്കുന്ന അഭിഷേകം, പ്രൈസ് ദി ലോർഡ്, അത് വിലപ്പെട്ടതാ. ആമേൻ. ഒരിക്കൽ വന്നിട്ട് ഒരിക്കൽ പോയതല്ല. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ആരംഭിച്ചത് ജഡത്തിൽ അവസാനിക്കുന്നതല്ല. ആമേൻ. ഇതൊരു അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, ആത്മാവിന്റെ ശുശ്രൂഷയാണ്. ആമേൻ. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തി വ്യക്തികളെ നിത്യതയിലെത്തിക്കുന്ന ദൈവിക ശുശ്രൂഷയുടെ അഭിഷേകത്തിന്റെ അധികാരം, പ്രൈസ് ദി ലോർഡ്, ദൈവം ഓരോ വ്യക്തികളിലും വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, എളിയവരോട് സത്വർത്തമാനം ഘോഷിക്കുവാൻ ദൈവം നമ്മുടെ മേലും അഭിഷേകം നൽകിയിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ നാം ഇങ്ങനെയാ വായിക്കുന്നത്, ആമേൻ, യഹോവയെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട്, ആമേൻ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ ഇരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളിൽ ഉണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേ, സ്തോത്രം, കഴിഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇനി സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വെളിപ്പെടുത്തും. ആമേൻ. അതാണ് യഥാർത്ഥമായ ദൂത പ്രവചനം. ആമേൻ. കഴിഞ്ഞ കാര്യം ആർക്കും പറയാം. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സ്തോത്രം. കൈനോട്ടക്കാരും പറയും കഴിഞ്ഞ കാര്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് മുട്ടുമടക്കി ദൈവവുമായിട്ട് ബന്ധം പുലർത്തുന്ന ദൈവ പൈതലെ, ദൈവം തന്നിരിക്കുന്ന കാഴ്ചപ്പാടും ദൈവശബ്ദവും, ആമേൻ, എന്താണ് കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച വിഷയങ്ങൾ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനി വരാനിരിക്കുന്ന വിഷയങ്ങൾ, പ്രൈസ് ദി ലോർഡ്, അതാ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ആമേൻ, ഈ പ്രസ്ഥാനത്തെ കുറിച്ച് ദൈവാത്മാവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലങ്ങളിൽ ആമേൻ നിന്ദിക്കപ്പെട്ടു, വേദനകൾ അനുഭവിച്ചു. ഇപ്പോഴും പല പല വിഷയങ്ങളിലും ആമേൻ വ്യസനം വരുത്തുന്ന കാര്യങ്ങളുണ്ട്. എങ്കിലും അതിനപ്പുറമായി ദൈവത്തിന് ഹല്ലേലൂയ വൻ കാര്യം ചെയ്യാനുണ്ട്. ആമേൻ. ഈ ദൂത് ഏറ്റെടുത്തു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. വരിഞ്ഞു മുറുക്കി നിൽക്കുന്ന അന്ധകാര ശക്തികളെ ചവിട്ടി മെതിക്കുന്ന ഒരു അധികാരമുണ്ട്. ആമേൻ, അഭിഷേകമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഞാനും നിങ്ങളും ഏറ്റെടുത്ത് ധൈര്യത്തോടെ മുന്നേറണം, ഉറപ്പോടെ മുന്നേറണം. ദൈവത്തിന് സ്തോത്രം. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. അടുത്തത്, ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാൻ യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും. അടുത്തത്, ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പാനും. ആമേൻ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, പറഞ്ഞാൽ തീരത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തകർന്ന ഹൃദയമുള്ളവരുണ്ട്, ഹൃദയം തകർന്നവർ. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, തകർന്ന ഹൃദയങ്ങൾക്ക് ഉടമകളായിട്ടിരിക്കുന്ന ആമേൻ ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ആമേൻ. നിന്റെ തകർച്ചകളെ മാറ്റി, ഉഴൽച്ചകളെ മാറ്റി, നിന്റെ വ്യസനം മാറ്റി, ഹല്ലേലൂയ, ആമേൻ, നിനക്ക് സന്തോഷം പകരുന്ന വലിയൊരു ദൈവപ്രവർത്തി മുന്നിൽ വെളിപ്പെടാൻ പോകുന്ന ദൈവ പൈതൽ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.
ആമേൻ. കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹൃദയം തകർന്നവര്, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഹൃദയം തകർന്നവർ, ഹല്ലേലൂയ, ജുഡവാര വൈഡമാന ഘടക ശാന്തര ഘടകസ്യ, ഹല്ലേലൂയ. ഹൃദയം തകർന്നിരിക്കുന്ന ജീവിതമേ, നിന്റെ തകർച്ച മാറ്റി ദൈവം സന്തോഷം ഉദിപ്പിക്കുവാനിടയായി. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, ഹല്ലേലൂയ ഹല്ലേലൂയ. ജുഡാറബ ഹംദര ദഗനഘടക ഷൈഡറഗതുനഘടകസ്യ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതെ ദൈവമക്കളെ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്കൊരു പാട്ടിന്റെ അടി പാടാം കേട്ടോ. കാരണം എൻ്റെ ഈ ലാപ്ടോപ്പിനകത്ത് ബാറ്ററി തീർന്നു എന്ന് കാണിക്കുന്നു. അതൊന്ന് ഫിറ്റ് ചെയ്യാനായിട്ട് സ്തോത്രം. ഒരു നിമിഷം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നെ വഴി നടത്തിയിടുന്നു, എൻ്റെ ആവശ്യങ്ങളെല്ലാം നൽകിയിടുന്നു. എൻ്റെ ദൈവം എന്നെ വഴി നടത്തിയിടുന്നു, എൻ്റെ ആവശ്യങ്ങളെല്ലാം നൽകിയിടുന്നു. എണ്ണിയാൽ തീരാത്ത നന്മകൾ ഇല്ല ഇല്ല കഴിഞ്ഞില്ല, തരാം. പുലർത്തിയിടുന്നു. എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്നു, എന്നെ അവൻ ദിനം തോറും പുലർത്തിയിടുന്നു. എൻ്റെ ദൈവം എന്നെ വഴി നടത്തിയിടുന്നു, എൻ്റെ ആവശ്യങ്ങളെല്ലാം നൽകിയിടുന്നു. എൻ്റെ ദൈവം എന്നെ വഴി നടത്തിയിടുന്നു, എൻ്റെ ആവശ്യങ്ങളെല്ലാം നൽകിയിടുന്നു. ആരുമില്ലാതേകനായി ഞാൻ അലഞ്ഞിടുവാൻ അരുമനാഥൻ അനുവദിക്കുകില്ല. ആരുമില്ലാതേകനായി ഞാൻ അലഞ്ഞിടുവാൻ അരുമനാഥൻ അനുവദിക്കുകില്ല. ആഴിൽ പാത ഒരുക്കിയവൻ കരുത്തുള്ള ഭുജത്താലെ നടത്തിയിടുന്നു. ആഴിൽ പാത ഒരുക്കിയവൻ കരുത്തുള്ള ഭുജത്താലെ നടത്തിയിടുന്നു. എൻ്റെ ദൈവം എന്നെ വഴി നടത്തിയിടുന്നു, എൻ്റെ ആവശ്യങ്ങളെല്ലാം നൽകിയിടുന്നു. എൻ്റെ ദൈവം എന്നെ വഴി നടത്തിയിടുന്നു, എൻ്റെ ആവശ്യങ്ങളെല്ലാം നൽകിയിടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതെ, ഈ പ്രാർത്ഥന മധ്യത്തെ അല്പമായി ഡിസ്റ്റർ വന്ന് ക്ഷമിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയില് ആമേ ദുഃഖിച്ചിരിക്കുന്നവർക്ക് വേണ്ടി, ഹൃദയം തകർന്നിരിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യവും ആമേ വിടുതലും രുചിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അതുമാത്രമല്ല, അവിടെ വായിക്കുന്നു, ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും. ആമേ സ്തോത്രം. ഈ ഹൃദയത്തിന്റെ തകർച്ചയിൽ വീണിരിക്കുന്ന ചില മുറിവുകൾ ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ മേഖലകളില് കർത്താവിന്റെ നാമത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട് ഇറങ്ങിത്തിരിച്ചിട്ട് മുറിവേറ്റിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവിന് ഇടപെടുക. ആമേൻ. ഹല്ലേലൂയ. നിന്റെ മുറിവുകളെ കെട്ടുന്ന ഒരുവൻ, സ്തോത്രം, ഹല്ലേലൂയ, ഇന്നിവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. വാക്കുകൊണ്ട് മുറിപ്പെട്ടവരുണ്ട്, പ്രവൃത്തികളിൽ മുറിവേറ്റവരുണ്ട്. സ്തോത്രം. ചില ഇടപെടലുകളിൽ മുറിവേറ്റവരുണ്ട്. സ്തോത്രം. ആമേൻ. ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ നിന്ന്, ചില നേതൃത്വ തലങ്ങളിൽ നിന്ന് ആമേൻ മുറിപ്പെട്ടവരും മുറിവേറ്റവരും തകർന്നവരും ഇതിന് നടുവിൽ ഇരിപ്പുണ്ട്. എന്നാൽ
സ്തോത്രം. നിന്റെ മുറിവ് കെട്ടുന്ന ഒരുവൻ ഇന്ന് ഇവിടെ വന്നിരിക്കുക. സ്തോത്രം. ആമേൻ. സദൃശവാക്യത്തിൽ പറയുന്നത് പോലെ മനോവ്യസന ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. ഹല്ലേലൂയ. മുറിപ്പെട്ടും തകർന്നു വിരുന്നു. സ്തോത്രം. ഒരു നല്ല വാക്കിനു വേണ്ടി കാത്തിരുന്ന വേളകൾ ജീവിതത്തിൽ ഇല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ദൈവാത്മാവ് പറയുന്നു, ആമേൻ, ഒരു നല്ല വാക്ക്, ഒരു നല്ല വർത്തമാനം, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കാൻ പോകുന്നു. സ്തോത്രം. ദൈവജനത്തിന്റെ ഓട്ടവും അധ്വാനം വെറുതെയല്ല. ഒരു സദ്വർത്തമാനം കേട്ട് ആനന്ദിക്കുന്ന കാലം വിദൂരമല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വഴിമധ്യത്തിൽ, ആമേൻ, ഓ ഹല്ലേലൂയ, വഴിയുടെ നടുവിൽ, ഒരു റോഡിന്റെ നടുവിൽ, ആമേൻ, നാലും കൂടുന്ന കവലയില് ഒരു വ്യക്തി നിന്നിട്ട് എങ്ങോട്ട് തിരിയണമെന്ന് അറിയാൻ കഴിയാതെ അങ്ങുമിങ്ങും നോക്കുന്നത് പോലെ ആത്മിക ജീവിതത്തിൽ, ആമേൻ, നട്ടം തിരിഞ്ഞ ചില ജീവിതങ്ങളുണ്ട്. സ്തോത്രം. അവിടെയാണ് നിന്റെ കരം പിടിച്ചിരിക്കുന്നത്. മകനെ, മകളെ, വഴി ഇതാകുന്നെന്ന് പറഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, സദ്വർത്തമാനം കേൾപ്പിച്ച്, ഓ ഹല്ലേലൂയ, നിന്നെ മുന്നോട്ട് നടത്തുന്ന നാളുകളാ മുൻപിലുള്ളത്. സ്തോത്രം. ദരിദ്രനെ, ആമേൻ, ആമേ, സ്തോത്രം, കുപ്പയിൽ നിന്ന്, എളിയവരെ, ആമേ, ഹല്ലേലൂയ, പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച്, ആമേൻ, ദേശത്തിലെ പ്രഭുക്കന്മാരോടുകൂടെ, സ്തോത്രം, ഇരുത്തുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഈ ദൂതേറ്റെടുക്ക, സ്ഥിതി മാറുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. മുറിവ് കെട്ടുന്ന, തകർച്ചകളെ മാറ്റുന്ന, സ്ഥിതി മാറ്റുന്ന ദൈവപ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വിടുതലും, ആമേൻ, തടവുകാർക്ക് വിടുതലും, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാൻ യഹോവയുടെ പ്രസാദ വർഷം. ചിലതിന് സ്വാതന്ത്ര്യം വരുത്താൻ പോവുക. ആമേൻ. പാരമ്പര്യ കെട്ടുപാടുകളും, ആമേൻ, പൈശാചിക മണ്ഡലത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ. ഇന്ന് കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ആമേ, സ്തോത്രം. ഹല്ലേലൂയ. നിയമത്തിനു വിരോധമായിട്ട് പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങൾ, പ്രൈസ് ദി ലോർഡ്, കഷ്ടതയുടെ ദുഷ്ടസിംഹാസനങ്ങളെ, ആമേൻ, പ്രാർത്ഥനയാലും ആരാധനയാലും ഉപവാസത്താലും, ആമേൻ, ഹല്ലേലൂയ, അത് താറുമാറാകാൻ പോകുന്നു, ധരിപ്പണമാകാൻ പോകുന്നു. വിശ്വസിച്ചു, അതങ്ങനെ തന്നെ സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ യെശയ്യാ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 1 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാ കാണുന്നത്: ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളവാനും, എന്റെ ജനത്തിന്റെ എളിയവരുടെ അവകാശം ഇല്ലാതാക്കുവാനും, വിധവമാർ തങ്ങൾക്ക് കൊള്ളയായി തീരുവാനും, അനാഥന്മാരെ തങ്ങൾക്ക് ഇരയാക്കുവാനും തക്കവണ്ണം നീതികെട്ട ചട്ടം നിയമിക്കുന്നവർക്കും അനർത്ഥം എഴുതി വെക്കുന്ന എഴുത്തുകാർക്കും അയ്യോ കഷ്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ന്യായവിരുദ്ധമായി, നീതി വിരുദ്ധമായി, ആമേൻ, കഷ്ടതയുടെ ദുഷ്ടസിംഹാസനം നിർമ്മിക്കുന്ന, സത്യത്തിന് വിരോധമായിട്ട് ചട്ടം നിർമ്മിക്കുന്ന, ആമേൻ, അനീതിയുടെ ആയുധങ്ങൾ ഉയർത്തുന്ന, പ്രൈസ് ദി ലോർഡ്, ചില മേഖലകളും മണ്ഡലങ്ങളെ സ്വർഗത്തിലെ ദൈവം നീക്കാൻ പോകുന്നു. ഏറ്റെടുത്തോ? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ഈ ദുഷ്ടലോകത്തിൽ, ആമേൻ, ഹല്ലേലൂയ, നീതിയോടെ വിധിക്കുന്ന ഒരുവൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഉദ്ധരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആമേ. കൂട്ടം കൂടുന്ന, ഐക്യതയെ കെടുത്താൻ നോക്കുന്ന,
ആമേ. ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം. ഹല്ലേലൂയ. ആ നിലകളിൽ പ്രവർത്തിക്കുന്ന ആമേ ചിലത് കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും. ആമേ. മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. ചട്ടവും സൂത്രവും തന്ത്രങ്ങളും അനീതി ഉയർത്തുന്ന മണ്ഡലങ്ങൾ ദൈവത്തിന്റെ കരം ഭാരമായി തീരും. എന്നാൽ എന്റെ ജനം എഴുന്നേറ്റ് നിവർന്നു നിന്ന് ആമേ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും കരേറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ന്യായം മറിച്ചു കളയുന്ന തന്ത്രങ്ങളെ സ്വർഗത്തിലെ ദൈവം നിർവീര്യമാക്കും. ആമേൻ. എന്റെ ജനത്തിന് എഴുന്നേൽപ്പും സ്വസ്ഥതയും വരുത്തും. ശാന്തലറകടകസ്യ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. അധികം താമസിക്കാൻ ഞാൻ ഇപ്പോൾ തന്നെ നിർത്തിക്കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൂത് ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്വർഗീയ ആലോചനകൾ ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് ചില വൻ കാര്യങ്ങൾ പ്രവർത്തിക്കാനുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. അനീതി കൊണ്ട് സത്യത്തെ തടുത്ത ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടലോകത്തിന്റെ നടുവിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഹല്ലേലൂയ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു പറഞ്ഞ കർത്താവ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി വലിയവ ചെയ്യുക തന്നെ ചെയ്യും. ആമേൻ, ആമേൻ, ആമേൻ. ചില എതിരുകൾ, വൈരികൾ ഹല്ലേലൂയ ആമേൻ മുന്നിലുണ്ട്. സ്തോത്രം. മുൻപിലുണ്ട്. അത് കണ്ടു വേണം സ്റ്റെപ്പ് എടുത്തു വെക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, വൈരിയുടെ മുൻപിലും ശത്രുവിന്റെ മുൻപിലും പകയന്റെ മുൻപിലും പ്രവർത്തിക്കുവാൻ ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്. ആമേൻ. ഇങ്ങനെയുള്ള ദൂതൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം എന്തെന്നറിയാവോ? നമ്മുടെ കർത്താവ് സ്നേഹവാനാണ്, ദയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്. ഹല്ലേലൂയ. അതെ, ഇതെല്ലാം ശരിയാണ്. എന്നാൽ ആമേ വക്രനോട് ദൈവം വക്രനായിരിക്കും. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ. വചനം പറയുന്നു ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നു. എന്ത് ആമേ വ്യർത്ഥ നിരൂപണങ്ങളെ സ്വർഗത്തിലെ ദൈവം ആമേ ഹല്ലേലൂയ ആമേ നിർവീര്യമാക്കും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സ്തോത്രം. അവരുടെ കയറുകളെ പൊട്ടിച്ച് ഹല്ലേലൂയ അതിനെ എറിഞ്ഞു കളയുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിയുണ്ട് ഈ ദിവസങ്ങളില്. ആമേൻ. ഈ സ്ഥാനത്തോടുള്ളവരോട് പറയുക, നേതൃത്വം കൊടുക്കുന്നവരോട് പറയുക. സ്തോത്രം. ഇരമ്യാവിനെ പോലെ രാജാക്കന്മാരെ നോക്കി ദൂത് വിളിച്ചു പറ. രാജ്യങ്ങളെ നോക്കി ദൂത് വിളിച്ചു പറയാ. രാഷ്ട്രങ്ങളോട് ദൂത് വിളിച്ചു പറ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കുബേരനെന്നോ കുചേലനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ഹല്ലേലൂയ സമ്പന്നനെന്നോ ദാരിദ്ര്യനെന്നോ ആമേൻ വ്യത്യാസമില്ലാതെ ദൈവം തരുന്ന ദൂത് വിശ്വാസത്തോടും ഹല്ലേലൂയ ധീരതയോടും വിളിച്ചു പറ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. യെശയ്യാവിന്റെ ജീവിതത്തിൽ നേരിട്ട് ഒന്നുമില്ലാത്ത വ്യക്തിയല്ലായിരുന്നു. ആമേൻ. രാജകീയ പദവി അലങ്കരിച്ച് ജീവിച്ച ഒരുവന് ലഭിച്ചത് ആമേ വാളാൽ കീറപ്പെടേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഇന്ന് എന്നെ കേൾക്കുന്ന ജീവിതമേ, പ്രൈസ് ദി ലോർഡ്. ഈ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം ഇടപെട്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ചിലർക്ക് സ്വാതന്ത്ര്യം വരുത്തുന്ന വലിയ ശുശ്രൂഷ ആമേൻ ഈ പ്രസ്ഥാനത്തിനകത്തുകൂടെ ദൈവം വെളിപ്പെടുത്തും. സ്തോത്രം. ഏറ്റെടുക്കുന്നവർ ദൈവത്തിന് മഹത്വം കരയറ്റാം. ഹല്ലേലൂയ. ആമേ സ്വാതന്ത്ര്യം വരുത്തും. അടിമമുഖത്തിൽ കിടക്കുന്ന ചിലതിന് സ്വാതന്ത്ര്യം വരുത്തിക്കൊണ്ട് ആമേ വലിയ ദൈവിക വിടുതലുകൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വീര്യപ്രവർത്തികൾ, വെളിപ്പാടുകളാലും ദർശനങ്ങളാലും ദൈവിക ദൂതുകളാലും ആമേ ജീവിതങ്ങളെ നിറച്ച് ആമേ ഹല്ലേലൂയ വലിയ ദൈവിക പ്രവർത്തികൾ, വിടുതലുകൾ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയും അതോടൊപ്പം തന്നെ ഹല്ലേലൂയ ജാതികളുടെ മണ്ഡലത്തില് ആമേ ഒരു വലിയ ദൈവപ്രവർത്തി വെളിപ്പെടും. സ്തോത്രം, സ്തോത്രം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനമേ, സ്തോത്രം. നമ്മുടെ മേൽ വീണ അഭിഷേകം ജാതികളുടെ മണ്ഡലത്തിലും ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. വിശ്വസിച്ചോ? കൂട്ടത്തോടെ ജനം ഓടി വരുവാനിടയായിത്തീരും. സ്തോത്രം. എത്ര പേര് ദൂത് ഏറ്റെടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ കർത്താവ് ഇന്ന് രാത്രി വ്യക്തമായിട്ട്
കൂടിയിരിക്കുന്ന ജനത്തോട് ഇടപെടുക. Hallelujah. കാട്ടുപ്രാക്കൾ, ആമേൻ, കാട്ടുപ്രാക്കൾ ഗോശാലകളിലേക്ക് ആമേ പറന്നു വരുന്നത് പോലെ Hallelujah. ചിലത് പറന്നു വരുന്ന ദിവസങ്ങൾ. ആമേൻ, ആമേൻ. വിശ്വസിച്ച് ദൂതേറ്റെടുക്കുക. ദൈവത്തിന് വൻ കാര്യം ചെയ്യുവാനുണ്ട്. ചിലതിന് സ്വാതന്ത്ര്യം വരുത്തി, ചിലതിന്റെ കൂട് പൊളിച്ച്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, മുൻപോട്ട് ദൈവം കൊണ്ടുവരും. ആമേൻ, സ്തോത്രം. അത് മാത്രമല്ല, ദൈവത്തിന്റെ യഹോവയുടെ പ്രസാദ വർഷം, നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പാനും. സ്തോത്രം, ഹല്ലേലൂയ. ദുഃഖിതന്മാർ, ആമേൻ. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ചിലർ ദുഃഖിച്ചിരിക്കുന്നവരുണ്ട്, പലതും ജീവിതത്തിൽ അനുഭവിച്ചിട്ട്. സ്തോത്രം. ആ ദുഃഖത്തെ ദൈവം സന്തോഷമാക്കി മാറ്റി. നിന്റെ വിലാപത്തെ നൃത്തമാക്കും ദൈവം. രട്ടുമാറ്റി ഉത്സവസ്ത്രം ധരിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. 127 സംസ്ഥാനങ്ങളില് യഹൂദന്മാർ മുഴുവനും കൈപ്പോടെ കരഞ്ഞും ദുഃഖിച്ചും ഭാരപ്പെട്ടു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സ്തോത്രം. എന്നാൽ ആമേൻ, ഹല്ലേലൂയ, പ്രാർത്ഥന മറുപടി, വിടുതലിന്റെ ചെങ്കോൽ വെളിപ്പെട്ടതുപോലെ, ആമേൻ, ഒരു വിടുതലിന്റെ ചെങ്കോൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം വായിച്ച ഭാഗം വായിച്ച് ഞാൻ നിർത്താൻ താല്പര്യപ്പെടുകയാണ്. ആമേൻ, സ്തോത്രം, സ്തോത്രം. ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും, ആമേൻ, ദുഃഖത്തിന് പകരം ആനന്ദതൈലവും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെല്ലാം വിവരിപ്പാൻ സമയമില്ലല്ലോ. ആകയാൽ ദൈവമക്കളെ, ഹല്ലേലൂയ, അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. അവർ പുരാതന ശൂന്യങ്ങളെ പണിയും. ദൈവത്തിന് സ്തോത്രം. പണി നടക്കാൻ പോകുന്നു. വെറും പണിയല്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ അടിസ്ഥാനം ഇട്ടുകൊണ്ട്, ആമേൻ, അപ്പോസ്തലന്മാരാലും പ്രവാചകന്മാരാലും ഒന്നിച്ചു ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനാലുള്ള പണി നടക്കും. സ്തോത്രം. ആ പണി തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. ആമേൻ. അനേക സൻബല്ലത്തും തോബിയാവുമാരും എഴുന്നേൽക്കും. പക്ഷേ ഹല്ലേലൂയ, യഹോവയുടെ കരം, ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് അനുകൂലമെന്ന് പറയുവാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി, ആമേൻ, എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, ഹല്ലേലൂയ, ആമേൻ, 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 സ്തോത്രം. ഹല്ലേലൂയ. ദൂതുകൾ ഏറ്റെടുക്കാം. ഒരു നിമിഷം നമുക്ക് ഈ ദൂതുകൾ ഏറ്റെടുക്കാം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, സ്തോത്രം. ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ചു മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, അപ്പോസ്തലന്മാർക്ക് താൻ വെളിപ്പെട്ടു. ഹല്ലേലൂയ. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്തത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. താൻ ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പോയി. ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്, നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്തു പോയി യേശു പോകുന്നവനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. എന്നാൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞു. എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ്, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം, പോകാതിരുന്നാൽ കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അങ്ങനെയെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, കർത്താവിന്റെ സ്വർഗ്ഗാരോഹണം കഴിഞ്ഞു. മർക്കോസിന്റെ മാളികമുറിയിൽ കാത്തിരുന്നവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അന്യഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങി. ആമേൻ. ആ തുടങ്ങിയത് ഇന്നും നിന്നു പോയിട്ടില്ല. ആമേൻ. ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാ. കർത്താവിന്റെ വരവെങ്കിൽ നമ്മളെ ഇവിടുന്ന് ചേർക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. ഹല്ലേലൂയ. ഞാനും നിങ്ങൾ ഇവിടുന്ന് കരേറിപ്പോകുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ലക്ഷ്യം, സ്തോത്രം, കർത്താവിന്റെ രണ്ടാം വരവാണ്. സ്തോത്രം. ആകിയാൽ രാഷ്ട്രങ്ങളെ നേടുവാൻ, ജാതികളെ നേടുവാൻ, രാജാക്കന്മാർ, ആമേ, ഹല്ലേലൂയ, ദൈവത്തിൽ കടന്നു വരുവാൻ ദൈവം ഇടയാക്കട്ടെ. ആമേ. ലോകരാജ്യങ്ങളെ നേടിയെടുക്കുന്ന, കീഴ്പ്പെടുത്തുന്ന ഒരു ദൈവിക അഭിഷേകത്തിന്റെ അധികാരത്തോടുകൂടി സദ്വർത്തമാനം ഘോഷിച്ചുകൊണ്ട് അനേകായിരങ്ങളെ നിത്യയിൽ ചേർക്കുന്ന വലിയ ശുശ്രൂഷയ്ക്കായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതം, ആമേ, ഏറ്റവും വിലപ്പെട്ടതും അത് ഘനമേറിയതുമാണ്.
സ്തോത്രം. സഹോദരിമാരായ നമ്മൾ ആരും അപലകളും ചപലകളും ഒന്നും അല്ല. ദൈവത്തിന് സ്തോത്രം. ധീര വനിതകളാ. പ്രൈസ് ദി ലോർഡ്. ഉത്തമ സ്ത്രീകളാ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ മേൽ വീണിരിക്കുന്ന അഭിഷേകം, പ്രൈസ് ദി ലോർഡ്, ദെബോരയെ പോലെ ആമേൻ താബോർ പർവ്വതത്തിൽ യുദ്ധത്തിനായിട്ട് ആമേൻ ഇറങ്ങി പുറപ്പെട്ട ഒരു അഭിഷേകമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം വിടുതലിന്റെ വർത്തമാനം പറയുവാൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും പ്രൈസ് ദി ലോർഡ് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കും. ഒരു നിമിഷം എല്ലാവരും അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് ദൈവത്തിന് സ്തുതിയും സ്തോത്രം കരേറ്റാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം പ്രൈസ് ദി ലോർഡ് അൺമ്യൂട്ട് ചെയ്ത് ഒരു നിമിഷം നമുക്കൊന്ന് ആരാധിക്കാം. കേട്ടതു നമ്മുടെ മേലുള്ള അഭിഷേകം. ഹല്ലേലൂയ. അത് വിടുതലിന്റെ അഭിഷേകമാണ്. ഉടമാന അന്തരാ ജഗനഗടക ശബ്ദരേ അന്തർഖരാ ദീവരബരബടബരഗസ്യ ജഗനഗടക ഹല്ലേലൂയ. രോഗരാജ്യങ്ങളെ നേടിയെടുക്കുന്ന ആമേൻ. ഹല്ലേലൂയ. അടയപ്പെട്ട വാതിൽ തുറക്കുന്ന ഹല്ലേലൂയ. കാത്തിരിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി ദൈവിക വിടുതലുകൾ സംഭവിക്കട്ടെ. നമ്മെ തന്നെ സമർപ്പിക്കാം, നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമഹത്വം വെളിപ്പെടട്ടെ. ആമേൻ. കേട്ട വചനം നമുക്ക് ഉപകാരമായി തീരട്ടെ. അത് വിശ്വാസമായി പരിണമിക്കട്ടെ. എനിക്ക് സമയം എന്നെ ക്ഷണിച്ച് ആമേൻ ഈ ആമേ ഭൂമിയിലേക്ക് ക്ഷണിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നേതൃത്വം കൊടുക്കുന്നവർക്കും എല്ലാ കർത്തൃദാസിമാർക്കും എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദിയും വന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം.